കൂട്ടുകാരെ, ഞാൻ ഡുണ്ടുമോൾ, മഹാവികൃതിക്കാരനായ ടിന്റുമോന്റെ കൂട്ടുകാരി. തമാശ പറയാൻ മാത്രല്ലാട്ടോ, കഥകൾ പറയാനും പാട്ട് പാടാനും ഒക്കെ എനിക്കറിയാം. ഞാനിപ്പോൾ പറയാൻ പോകുന്ന കഥ തന്റെ നിറം കറുപ്പായതിനെ ഓർത്ത് സങ്കടപ്പെടുന്ന കരുമാടി കരടിക്കുട്ടന്റെ കഥയാണ്. കാട്ടു സൗന്ദര്യ മത്സരം. എന്താ കരുമാടി, സൗന്ദര്യ മത്സരത്തിന് പങ്കെടുക്കണമെന്ന് തോന്നുന്നുണ്ടോ? സൗന്ദര്യ മത്സരമല്ലേ, പങ്കെടുത്തു കളയാം. ഭാഗ്യത്തിന് ഒന്നാം സ്ഥാനമെങ്ങാനും കിട്ടിയാലോ? കിട്ടും കിട്ടും. എന്താടാ എന്റെ കറുപ്പ് നിറത്തിന് കുഴപ്പം? നിനക്കറിയാമോ വാല, എണ്ണക്കറുപ്പിനെ 7 അഴകാ. ആയിരിക്കാം, പക്ഷെ ബാക്കി 93 അഴകും വെളുപ്പിനാണ്. അവരോടാണോ നിന്റെ 7 അഴകം കൊണ്ടുള്ള മത്സരം? അപ്പോ എനിക്ക് മത്സരിക്കാൻ പറ്റില്ല അല്ലേ? വെളുത്ത നിറമായിരുന്നെങ്കിൽ എനിക്കും മത്സരിക്കാമായിരുന്നു. കുരങ്ങച്ച, വെളുക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ഉണ്ടല്ലോ, ആലോചിച്ചിരുന്നാൽ നേരം വെളുക്കും. കാശ് മുടക്കിയാൽ കുടുംബവും വെളുക്കും. പക്ഷെ നീ മാത്രം വെളുക്കില്ല കരുമാടി. ഞാൻ പോകുന്നു. എന്റെ ഈ കറുപ്പ് കാരണം എനിക്ക് മത്സരിക്കാനും പറ്റില്ല. ഈ കറുപ്പ് നിറമൊന്ന് മാറാൻ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാകുമോ? അയ്യോ കരുമാടി കുട്ട, പേടിക്കണ്ട, ഇത് ഞാനാ, കരിങ്കണ്ണ ഓന്ത്. നിങ്ങൾ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. നീ വിഷമിക്കണ്ട, വെളുക്കാനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. സത്യമാണോ നീ പറയുന്നത്? അതെ, സത്യമാണ്. തേന്മലക്കാട്ടിലെ കോഴയ്ക്കൽ കുറുക്ക വൈദ്യശാലയിൽ ചെന്ന് കുറുക്ക വൈദ്യരെ കണ്ട് മായാജാല കുഴമ്പ് വാങ്ങി സേവിച്ച ഏത് നിറവും നിനക്ക് സ്വീകരിക്കാൻ പറ്റും. ആ മരുന്ന് ഉപയോഗിച്ച് ഫലമറിഞ്ഞവനാണ് ഈ കരിങ്കണ്ണൻ ഓന്ത്. എന്നിട്ട് നീ ഇപ്പോഴും കറുത്താണല്ലോ ഇരിക്കുന്നത്. അതെ, ഞാൻ കറുത്താണ് ഇരിക്കുന്നത്. എന്നാ ഇപ്പോഴൊന്ന് നോക്കിക്കേ, കറുപ്പ് മാറി. ഇതുപോലെ ഏത് നിറവും സ്വീകരിക്കാൻ എനിക്ക് കഴിയും. ഇത് കണ്ടോ, ഞാൻ വെളുപ്പാകുന്നത്. ഇതെല്ലാം ആ മായാജാലക്കുഴമ്പിന്റെ ഗുണമാണ്. ഓന്തച്ച, എന്തായാലും ആ മായാജാല മരുന്ന് എനിക്കും വാങ്ങണം. എത്ര ബുദ്ധിമുട്ടേണ്ടി വന്നാലും വേണ്ടില്ല, ഈ കറുപ്പ് മാറ്റിയിട്ട് തന്നെ കാര്യം. എന്നാൽ നമുക്ക് നാളെ തന്നെ പോകാം. പിന്നെ ധാരാളം പണം കയ്യിൽ കരുതാൻ മറക്കണ്ട. മായാജാല മരുന്നിനെ ഭയങ്കര വിലയാ. നടന്നു നടന്ന് മടുത്തു. എങ്ങനെ മടുക്കാതിരിക്കും?
നല്ലൊരു ചുമടല്ലേ തോളിൽ ഇരിക്കുന്നത്. എനിക്ക് ഇപ്പൊ തൂക്കം വല്ലാതെ അങ്ങ് കൂടിയിട്ടുണ്ട്. ഭക്ഷണം ഇനി മുതൽ ഒന്ന് ക്രമീകരിക്കണം. തേന്മലക്കാട്ടിൽ എത്താറായോ ഓന്തച്ചാ? ഇങ്ങനെ നടന്നാ ഇന്നെങ്ങാനും എത്തുമെന്ന് തോന്നുന്നില്ല. ഒന്ന് വേഗം നടക്കടാ. ഓന്തച്ചൻ ആ കരടിയെയും കൊണ്ട് വരാമെന്ന് പറഞ്ഞ സമയം കഴിഞ്ഞല്ലോ. എന്താണ് പോലും വരാത്തത്? നമസ്കാരം വൈദ്യരെ. ആ, എന്താടോ കരിങ്കണ്ണ, തോളത്തിരുന്നാണോ ഇപ്പൊ യാത്രയൊക്കെ? ഓ, എന്ത് പറയാനാ വൈദ്യരെ, ഇവിടം വരെ ഒന്ന് വന്നെത്താൻ ഇങ്ങനെ ഒരു വഴി സ്വീകരിക്കേണ്ടി വന്നു. ആ, ആയിക്കോട്ടെ. ഇതാണല്ലേ നീ പറഞ്ഞ ആ കക്ഷി? ആ, ഈ കുഴമ്പ് ശരീരത്ത് തേച്ച് നല്ല വെയിലത്ത് പാറപ്പുറത്തനങ്ങാതെ കിടക്കുക. 1 മാസം കൊണ്ട് ഈ മായാജാലക്കുഴമ്പിന്റെ ഗുണം നീ അറിയും. ഇടയ്ക്ക് മായാജാലക്കുഴമ്പ് തീർന്നാലോ? വീണ്ടും വീണ്ടും ഇവിടെ വന്ന് വാങ്ങണം. ഒന്ന് മുടങ്ങിയ പിന്നെ ആദ്യം മുതൽ തുടങ്ങണം. തുടങ്ങിയ ചികിത്സ നിർത്തിയാൽ ഈ കറുപ്പ് ഇരട്ടിയാകും. ഇത് തമാശക്കളിയല്ല. എന്തു വന്നാലും ഈ ചികിത്സ നടത്താൻ തന്നെ ഞാൻ തീരുമാനിച്ചു വൈദ്യരെ. ഓന്തച്ചാ, നമുക്ക് പോകാം. താമ്പക്കോ എന്നാ അങ്ങനെ ആവട്ടെ. കുഴമ്പ് തേക്കാൻ തുടങ്ങിയിട്ട് 1 മാസമാകുന്നു. കുഴമ്പ് വാങ്ങിച്ച് വെറുതെ പണമെല്ലാം തീർന്നതല്ലാതെ ഈ കറുപ്പിന് ഒരു മാറ്റവും ഞാൻ കാണുന്നില്ലേ. ഈ ആഴ്ച കുഴമ്പ് വാങ്ങാനുള്ള പണം ഇനി ആരോട് കടം വാങ്ങും? ഇതെന്താ കരടിക്കുട്ട ഈ പാറപ്പുറത്ത് വെയിലും കൊണ്ടിരിക്കുന്നത്? അത് സാറേ, ഞാൻ മായാജാലക്കുഴമ്പ് തേച്ചിട്ടിരിക്കുകയാ. മായാജാലക്കുഴമ്പോ? അതെന്ത് കുഴമ്പാ? അത് തേച്ചാൽ ഇഷ്ടമുള്ള നിറം സ്വീകരിക്കാം. ഈ മരുന്ന് തേച്ച ഓന്തച്ചൻ പല നിറങ്ങളും സ്വീകരിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളതാ. എടാ മരമണ്ട, ഓന്തുകൾക്ക് ഏതു നിറവും സ്വീകരിക്കാൻ കഴിയും. ശത്രുക്കളിൽ നിന്നും രക്ഷ നേടാൻ പ്രകൃതിയാണ് അവയ്ക്ക് ഈ കഴിവ് നൽകിയിരിക്കുന്നത്. അല്ലാതെ മായാജാലക്കുഴമ്പ് തേച്ചത് കൊണ്ടല്ല. പക്ഷിമൃഗാദികൾ ഉൾപ്പെടെ എല്ലാവർക്കും നിറവും സൗന്ദര്യവും നൽകിയിരിക്കുന്നത് പ്രകൃതിയാണ്. അത് മോശമാണ് എന്ന് ചിന്തിക്കുന്നവർ വിഡ്ഢികളാ. ആനപ്പൻ സാറേ, സത്യത്തിൽ ആ ഓന്തച്ചനും ആ കുറുക്കം വൈദ്യരും കൂടി എന്നെ പറ്റിക്കുകയായിരുന്നു അല്ലേ? അതെ കുഞ്ഞെ, ഈ കറുപ്പ് നിറത്തിനു പകരം വേറെ ഏതെങ്കിലും നിറമായിരുന്നെങ്കിൽ ഈ ആനപ്പൻ സാറിന് കാണാൻ എന്തെങ്കിലും ഭംഗി ഉണ്ടാകുമായിരുന്നോ? അതുപോലെ നീയും ഒന്ന് ചിന്തിച്ചേ. ക്ഷമിക്കണം സാറേ, എന്റെ അറിവില്ലായ്മ ഞാൻ മനസ്സിലാക്കുന്നു. എന്റെ സൗന്ദര്യത്തിൽ ഞാൻ അഭിമാനിക്കുന്നു. ആ, മിടുക്കൻ.